ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ മൂന്നാർ ട്രിപ്പിലാണുള്ളത്. 2 ദിവസത്തെ മൂന്നാർ യാത്രയിലാണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം രാവിലെ മൂന്നാറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാം എക്കോ പോയിൻ്റ് വരെ പോയി തിരിച്ച് മൂന്നാറിലേക്ക് വരുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മുൻഭാഗങ്ങൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണണം. അതേപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും മറക്കരുത്. അപ്പോൾ നമ്മളെ വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മൂന്നാറിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് നമ്മൾ നേരെ പള്ളി കിട്ടുന്ന ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് ശേഷമാണ് പള്ളിയിലേക്ക് പോകുന്നത് എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളെ KSRTCയുടെ ആളുകൾ, നമ്മളെ കോർഡിനേറ്റേഴ്സ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ മൂന്നാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം മൂന്നാർ ടൗണിനോട് അടുക്കാനായി. മൂന്നാർ ടൗണിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ലഞ്ച് കഴിക്കാനാണ് നിർത്തിയത്. ആ സമയത്താണ് നമ്മുടെ ഈ ഡബിൾ ഡെക്കർ ബസ് അതിൽ പാസ് ചെയ്തത്. നമ്മൾ ഇതിൽ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സംഭവമാണല്ലോ മൂന്നാറിലെ. അപ്പോൾ ആ ഒരു യാത്ര നമ്മൾ ഉടൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാൻ നിങ്ങൾ എന്തായാലും നമ്മൾ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ലഞ്ചിന് ശേഷം പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി പള്ളിയിലേക്ക് ആളുകളെ ഇറക്കിയതിന് ശേഷം നമ്മൾ പള്ളിയുള്ള അതേ റോഡിൽ തന്നെ കുറച്ച് മുന്നോട്ട് പോയി വണ്ടി പാർക്ക് ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അവിടെ ഒന്നും പാർക്കിംഗ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, വണ്ടി തിരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം 2 സൈഡിലും വണ്ടികൾ ഒരുപാട് പാർക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ പാർക്ക് ചെയ്യാതെ നമ്മൾ അപ്പോൾ തന്നെ തിരിച്ച് താഴോട്ട് ഇറങ്ങി. പള്ളി വിടുന്ന ഒരു സമയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വണ്ടികളൊക്കെ എടുത്താൽ അതിലേറെ ബ്ലോക്ക് ആവും എന്നുള്ളൊരു ധാരണയിൽ നമ്മളെ ഡ്രൈവർക്ക് പള്ളി പോകാനും പറ്റിയില്ല. ഫിറോസ്ക വണ്ടി തിരിച്ച് നമ്മൾ താഴോട്ട് മൂന്നാർ ടൗണിലേക്ക് തന്നെ പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നു. നിർഭാഗ്യവശാൽ നമുക്ക് അവിടെ നിന്ന് പാർക്കിംഗ് കിട്ടിയില്ല എന്ന് മാത്രമല്ല, നമുക്ക് പള്ളിയിൽ ഇറക്കിയ ആളുകളെ എടുക്കാനും പറ്റിയില്ല. നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പള്ളി പോയവരും എല്ലാം നടന്നു വരികയാണ് ചെയ്തത്. ആ സമയത്താണെങ്കിലും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മഴയൊക്കെ കൊണ്ടിട്ടാണ് അവർ നടന്നു വന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നും തിരിച്ച് യാത്ര വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു. ആ ഒരു സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ആളുകളെല്ലാം വണ്ടിയിൽ കയറിയതിന് ശേഷം നമ്മൾ ഇന്നലെ കണ്ട ബൊട്ടാണിക്കൽ ഗാർഡനാണ് ഇന്നിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാഴ്ചകളൊക്കെ. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ കാഴ്ചകൾക്ക് ശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, പകൽ സമയത്താണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അവിടെ കയറാൻ നമുക്ക് കണ്ട കാഴ്ചകൾ തന്നെ വീണ്ടും കാണുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ ആ റൂട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത്. മൂന്നാറിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് നമ്മളെ ആ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത്. ആ റൂട്ടിൽ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഗ്യാപ്പ് റോഡിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചകൾക്കൊക്കെ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
ഈ മൂന്നാർ ധനുഷ്കോടി റൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വളരെ മനോഹരമായ മൂന്നാറിൻ്റെ സൗന്ദര്യം മൊത്തം ഈ ഒരു റൂട്ടിലാണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഏരിയ, നമുക്ക് നല്ല നല്ല വ്യൂ പോയിൻറ്റ്സ് ഒരുപാട് ഈ ഒരു റൂട്ടിലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ള ഒരു റൂട്ടാണിത്. നമുക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഈ ഒരു റൂട്ടിൽ നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ശരിക്കും മഴയുടെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് സ്കൈയിലൊക്കെ കാണാമല്ലേ? മഴ മേഘങ്ങളാൽ മൂടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ആകാശവും തീരെ തെളിച്ചമില്ലാത്ത ഒരു കാലാവസ്ഥയൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് നമ്മൾ മൂന്നാറിനെ ആസ്വദിച്ചത്. ഗ്യാപ്പ് റോഡിൻ്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് ആ ഒരു രീതിയിലാണ് കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് ഈ ഒരു റൂട്ടിൽ മുന്നോട്ട് പോകാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റൂട്ടിൽ നമുക്ക് ഒരുപാട് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. നമ്മൾ ഇതുപോലൊരു യാത്ര നടത്തുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കാണുന്ന ഡെസ്റ്റിനേഷൻസിലൂടെ അല്ല നമ്മളൊരു KSRTCയുടെ ഒരു പാക്കേജിൽ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതൊരു എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഞാനിവിടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു യാത്രയിൽ കണ്ട ഒരു ഡെസ്റ്റിനേഷൻസിലൂടെ ഒന്നും ഇതുവരെ പോയിട്ടില്ല എന്നുള്ളതാണ്. അതൊരു വെറൈറ്റി ഒരു സംഭവം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇവരുടെ പാക്കേജിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത തരം കാഴ്ചകളിലേക്കാണ് നമ്മൾ കൂട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ നമ്മൾ ഈ ഒരു റൂട്ടിൽ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തി. ശരിക്കും ഒരു സ്വർഗം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സ്ഥലം. കാരണം ടീ എസ്റ്റേറ്റ് എത്ര കണ്ടാലും മതി വരാത്തൊരു സംഭവമാണല്ലോ ടീ എസ്റ്റേറ്റ്. നമ്മൾ രണ്ട് വശത്തും ശരിക്കും 2 ദിവസത്തെ ഈ യാത്രയിൽ എല്ലാ സമയത്തും നമ്മൾ കാണുന്നത് ഒരേ സാധനമാണ്. പക്ഷേ നമുക്ക് ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊന്നും ഒരിക്കലും ബോറടിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലേ? അതേപോലെ തന്നെ ആകാശം മുട്ട നിൽക്കുന്ന, ആകാശത്തിന് അതായത് നമ്മളെ മേഘങ്ങളെയൊക്കെ തൊട്ടുരുമി നിൽക്കുന്ന രീതിയിലുള്ള ചായത്തോട്ടത്തിൻ്റെ കാഴ്ചകളും മനോഹാരിതയും ഒക്കെ നമുക്ക് എത്ര കണ്ട് ആസ്വദിച്ചാലും ഒരിക്കലും ബോറടിക്കില്ല അല്ലേ? പക്ഷേ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫ്രെയിം നോക്കൂ. ഈ ഒരു ഫ്രെയിം ഇങ്ങനെ നമ്മൾ റോഡിൻ്റെ ആ ഒരു വശത്തേക്ക് വരുമ്പോൾ റോഡിനോട് വശത്ത് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് എത്രത്തോളം വേസ്റ്റുകളാണ് കിടക്കുന്നത് അല്ലേ? നമ്മൾ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് എത്ര സത്യം. ഞാനടങ്ങുന്ന, എല്ലാവരും ഇട്ട വേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു വശം പറയാനല്ല. നമ്മളെല്ലാവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വിദേശികളൊക്കെ ഒരുപാട് വരുന്നൊരു ഭാഗമാണ് നമ്മുടെ മൂന്നാറൊക്കെ അല്ലേ? ഈ ഒരു ഭാഗത്തൊക്കെ വരുമ്പോൾ ശരിക്കും അവർ നമ്മളെക്കുറിച്ചല്ലേ മോശം വിചാരിക്കുക. ശരിക്കും അവിടെ ഒരുപാട് കുപ്പികളും മറ്റും ഇതൊക്കെ ശരിക്കും അവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അതുണ്ടായിട്ട് പോലും നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് വേസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഒരു ഇത് തന്നെയാണ്, നമ്മുടെ ഒരു മോശമായിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഒരു മോശമായിട്ട് തന്നെയാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ ഇത്തരം സ്വഭാവങ്ങളിലൊക്കെ നമ്മൾ മാറ്റം വരുത്തിയാൽ നമ്മുടെ നാട് ഒരുപാട് സുന്ദരമാവും. ഇപ്പോൾ തന്നെ നമ്മുടെ നാട് എത്രത്തോളം സുന്ദരമാണെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ നാട് ഇനിയും സുന്ദരമാവും അല്ലേ?
ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ്. നമ്മളെ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. നമുക്കൊരിക്കലും ഒരാൾക്കും ഒരു മടുപ്പ് തോന്നില്ല. കാരണം എല്ലാവരും ഹാപ്പി ആക്കിയിട്ടാണ് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് നമ്മളെ കൊണ്ടുപോകുന്നത് അല്ലേ. കാരണം ആർക്കെങ്കിലും ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗകര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എല്ലാവരും ഇപ്പം നമ്മൾ 50 പേരുണ്ട്, 48 യാത്രികരും നമ്മുടെ സാരഥികളായിട്ടുള്ള 2 പേരും, സതീഷ് ചേട്ടനും അതേപോലെ ഫിറോസ്കയും, ഇവരെല്ലാവരും നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബം പോലെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം അല്ലെങ്കിൽ 2 ദിവസം യാത്ര ചെയ്യുന്ന നമ്മുടെ സുന്ദര കുട്ടപ്പനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അല്ലേ. എത്ര മനോഹരമായൊരു ഫ്രെയിമാണ് അല്ലേ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ വണ്ടിയുടെ ഒരു ഫുൾ വ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ സതീഷ് ചേട്ടൻ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്, മഴ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആളുകളെ വണ്ടിയിലേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സതീഷ് ചേട്ടനെ എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ. സതീഷ് ചേട്ടൻ നല്ല ഗായകനാണ്. സതീഷ് ചേട്ടൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളതൊക്കെ ഒന്ന് കാണണം. അതേപോലെ തന്നെ സതീഷ് ചേട്ടൻ വിത്ത് ഫാമിലിയാണ് വന്നിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഫിറോസ് ഖാൻ്റെ സ്കിൽസൊക്കെ ഞാൻ മുൻ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടിന് വെയിറ്റ് ചെയ്യണേ.